ഈ കൊളോക്കിയലായിട്ടുള്ള ടേംസ് ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മൾ എത്രമാത്രം ലോക്കൽ ആവുന്നോ അത്രമാത്രം നമ്മൾ ആക്സെപ്റ്റബിൾ ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേ പോയി ഇതാവുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് നമ്മൾ വീട്ടിലൊക്കെ പറയാം ദേ പോയി ഞാൻ വരുന്നു എന്ന് പറയുന്നത് എൻ്റെ റീച്ച് എന്തായിരുന്നു എന്ന് നമുക്കറിയാലോ. അതുപോലെയാണ് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റീലുകളെല്ലാം അവസാനിപ്പിക്കുന്നത്. അതിനും ആളുകൾക്ക് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടമാണ്. മറ്റൊന്നും പറയും ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും. ഇത് ഞാൻ സ്ഥിരം പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള സാധനം വളരെ ലോക്കലി ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയാം. അപ്പോൾ അണ്ണാ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കുറച്ച് എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ ഞാൻ സ്ഥിരം പറയാറുള്ള സാധനം തന്നെയാണ്. അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ മാന്യമായിട്ടല്ല കുറച്ചുകൂടെ രസകരമായിട്ട് അങ്ങ് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ആദ്യത്തിൽ. പിന്നെ അതങ്ങ് എല്ലാവരും പിന്നെ അത് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ കുന്നുംപുറത്ത് വെച്ചിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പയ്യൻ ഈ പറഞ്ഞ പോലെ ചേട്ടാ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ, അല്ല ഞാൻ പറഞ്ഞു താങ്ക് യു കേട്ടോ, എന്നിട്ട് കൈ എടുത്തിട്ട് ഞാൻ പോകുന്നിടത്ത് അപ്പോൾ ശരി കേട്ടോ അങ്ങനെ ആവട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ സാന്ത്വന ചേട്ടൻ അങ്ങനെ ഒരു സാധനമുണ്ട്, വഴിയരികിൽ കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇതുള്ളതുപോലെ ഇത് അറിയാണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വീണ്ടും അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഈ റീൽസിന്റെ ഒരു പിക്ചറൈസേഷൻ ഈ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ട് ഇടയ്ക്ക് ഇതെന്താ ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ഭയങ്കര ഹൈ വോളിയത്തിലേക്ക് ആയിരിക്കും ആളുകൾ കഥ പറയുക, ഭീകരമായിട്ടുള്ള ട്രാൻസിഷൻസ്. ഇവിടെ ശരിക്കും അച്ചടി ഭാഷ പോലെ തന്നെ ഏറെക്കുറെ അച്ചടി ഭാഷ പോലെ തന്നെ വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ വാക്കുകളുടെ ഇടയിലും പോസ് ഉണ്ട്, വ്യക്തതയുണ്ട്. ഇത് എഴുതിയിട്ടാണോ ചെയ്യുന്നത്? വലിയ പ്രോസസ്സാണ്. എനിക്ക് ഒരു റീല് ചെയ്യാനായിട്ട് ഏകദേശം 8-9 മണിക്കൂർ എടുക്കും. ദൈവസത്യം, ചുമ്മാ മറ്റേ തള്ളുന്നതല്ല. ചിന്നടുത്ത് ചോദിച്ചാൽ അറിയാം. ഞാൻ ആദ്യം എഴുതും. ആദ്യം ഒരു 2 മണിക്കൂർ എടുത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കണം. 2 മിനിറ്റേ ഉള്ളൂ വീഡിയോ, 2-2.5 മിനിറ്റേ ഉള്ളൂ വീഡിയോ. പിന്നെ എൻ്റെ ചിലപ്പോൾ 3 മിനിറ്റും പോകാറുണ്ട് കേട്ടോ വീഡിയോസ്. അപ്പോൾ ഈ 3 മിനിറ്റിന് വേണ്ടിയിട്ട് എഴുതുന്ന ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പം മിക്കപ്പോഴും കിടക്കാൻ നേരത്താണ് എഴുതുന്നത്. എഴുതി വയ്ക്കും, കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ ആ വിഷ്വൽ കാണും എഴുതും. അങ്ങനെ എഴുതി ഒരു 2 മണിക്കൂർ എഴുതാനെടുക്കും. ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം ഡബ് ചെയ്യുക. ഞാൻ ഡബ്ബിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വോയിസ് ഓവർന്ന് ഞാനിങ്ങനെ വിളിക്കത്തില്ല, ഞാൻ പക്ക ഡബ്ബിംഗ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ചെറിയ കുഞ്ഞ് ബട്ടൺ മൈക്കില്ലേ, ബട്ടൺ മൈക്ക് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത്, കാരണം ഇത് അടുത്തോട്ടായി കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ആ ടേം എനിക്ക് മറന്നുപോയി, തും അപ്പം അതില്ലാതിരിക്കാൻ കറക്റ്റായിട്ട് ഇത് പിടിച്ച് ഓരോ ലൈനും ഡബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കേട്ട് അതിനിടയിൽ വരുന്ന സ്പേസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ. അപ്പം അതിന് 2 മണിക്കൂർ എടുക്കും എങ്ങനെ പോയാലും. 2-2.5 മണിക്കൂർ എടുക്കും ഈ ഡബ് ചെയ്തതൊന്ന് അലൈൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസാണ്. വിഷ്ണു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ബാലി പോയതിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്ന സാധനം ഇത് തന്നെയാണ്. ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് ബാലിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഡ്രൈവർമാരുടെയും ഗൈഡുമാരും നമസ്കാരം പറയുന്നതാണ്. ഐ മീൻ ഒരു ബൈ പറയുന്നതാണ് ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് അവർ എൻ്റെ അടുത്ത് പറയും പോലെ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്നാൽ അങ്ങനെ ഈ 5 പേരും ബൈ പറയുന്നതാണ്. ഒരാൾ നമസ്തേ, ഒരാൾ ബൈ, ഒരാൾ പിന്നെ കാണാമെന്നുള്ള രീതിയിൽ 5. അപ്പോൾ ഈ വിഷ്വലുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതിനെങ്ങനെ പോലെ ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പോൾ 3ഉം 2ഉം 5ഉം 2ഉം 7 മണിക്കൂറോളം ആയി ഇപ്പോൾ തന്നെ. പിന്നെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും 8 മണിക്കൂർ ഒരു റീലിനായി. ഈ സൗണ്ട്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വളരെ സൂത്തിങ് ആയിട്ടുള്ള BG ആണ് അരവിന്ദൻ്റെ. അതെ, അത് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പൊതുവൂറും ചെയ്യുന്നതാണല്ലേ? ആ മ്യൂസിക് ആദ്യത്തെ വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ അറിയാതെ ഇട്ടതാണ്. പിന്നെ എനിക്ക് വേറൊരു മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതല്ലാണ്ട് ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തു, അതിന് എന്നെ ഒരുപാട് പറഞ്ഞു. എന്തിനാണ് നല്ല സാധനം അല്ലായിരുന്നു, എന്തിനാണ് നിങ്ങൾ പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് മതി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ. ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. മോശം പറയാൻ അത്രയ്ക്കും നല്ല പാട്ടാണത്. അത്രയും നല്ലൊരു OST ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, പാട്ടല്ല. രാസാത്തിയുടെ OST എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാനത് മാറ്റാനൊന്നും നിന്നില്ല. ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യണ്ടല്ലോ. എല്ലാവർക്കും ഒരു സാധനം മതി. അപ്പോൾ പിന്നെ അത് തന്നെ മതി. പിന്നെ എൻ്റെ വോയിസുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ഇതെല്ലാം അറിയേണ്ടതെന്ന് വീണതാണ് വിഷ്ണു. ഇപ്പോഴും ഞാൻ പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അറിയാതെ എടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അങ്ങനെയൊന്നും വിളിയൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അതിൽ. ഞാൻ വളരെ സോഫ്റ്റായിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ എനർജി ആയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും പോലെ അല്ലല്ലോ. വന്നിട്ടില്ല, താഴെ കമൻസ് വരാറുണ്ട് കേട്ടോ. ചേട്ടൻ പണ്ട് RJ ആയിരുന്നോ എന്നാണ് എല്ലാവർക്കും ഡൗട്ട്. RJ അല്ലേ, ഞാൻ ഒരു പരിപാടി ഇല്ലായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു, RJ ആയിരുന്നോ. പിന്നെ വേറൊരു സാധനം ഏറ്റവും കൂടുതൽ വരുന്ന സജഷൻ എന്താ അറിയോ, കുറച്ച് ബുക്സ് എടുത്തിട്ട് ഇത് ഞാനിരുന്ന് വായിക്കാൻ.
കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും പറയുന്ന വിഷ്വൽസും വേണ്ട ചേട്ടൻ ഒരു ബ്ലാക്ക് സ്പോട്ടിഫൈയിലും ബാക്കിയുള്ളതിലും വരുന്ന പോലെ ചേട്ടൻ ഓഡിയോ ബുക്ക് അത് തന്നെ കറക്റ്റ് അപ്പോൾ കുക്ക് എഫമോ അങ്ങനെ എന്തോ അതുപോലെ ചേട്ടൻ കുറച്ച് ബുക്ക് എടുക്കുക ചേട്ടൻ ഇതങ്ങ് വായിക്കുക ചേട്ടൻ ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് ഒന്നും കാണിക്കുന്ന ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെ വരുമെന്നറിയില്ല. ഞാനും ആലോചിച്ചു ഇഷ്ടപ്പെട്ട ഒരു 3-4 ബുക്ക് എടുത്തിട്ടെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ബുക്ക് വായിക്കത്തില്ല, അതാണ് വായന തീരെയില്ല. പണ്ട് തൊട്ടേ അങ്ങനെ എങ്ങനെയോ വന്നാണ് എനിക്കറിയില്ല. ഞാൻ വായനയില്ല. ചിന്നുവാണ് വായിക്കുന്നത്. വീട്ടിൽ ഒരുപാട് ബുക്കുണ്ട്, ഒരു 10, 150, 200ഓളം ബുക്കുകളുണ്ട്. ഞാൻ തൊടത്തേയില്ല, ഞാൻ തൊട്ട് നോക്കാറ് പോലും ഇല്ല. ആകെപ്പാടെ ഒരൊറ്റ ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഏതാണെന്നറിയാം? ഇട്ടിക്കോര. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ഒരു സാധനം ഇട്ടിക്കോര മാത്രം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏക ബുക്ക് ഇട്ടിക്കോരയാണ്. അപ്പൊ എവിടുന്ന് ഇത്രയും ഇപ്പൊ ഒരു അമ്പലം കണ്ടു, ഇപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു റീലായിരുന്നു. അതായത് ഇവിടത്തിന്റെ ആരംഭസ്ഥാനം അല്ലെങ്കിൽ മൂലസ്ഥാനം ഇരിക്കുന്നത് കാസർഗോഡ്. അത് അറിയില്ലായിരുന്നു സത്യം. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് കൂടെയായിരുന്നു. പക്ഷെ എല്ലാ അമ്പലങ്ങളെ പറ്റി പറയുമ്പോഴും അതിന്റെ ഐതിഹ്യങ്ങളെ പറ്റി പറയുമ്പോഴും വളരെ പെർട്ടിക്കുലറാ, കൃത്യമായിട്ടാ അത് പറയുന്നത്. അതൊക്കെ ഇപ്പൊ എവിടുന്ന് കേട്ട് ശീലിച്ചായിരിക്കും വിഷ്ണു. എനിക്കൊന്ന് ഒരുപാട് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട് കേട്ട് ശീലിച്ചതാകാനേ സാധ്യതയുള്ളൂ, അല്ല ഒരിക്കലും വായിച്ച്. മലയാളത്തിൽ നല്ലതായിരുന്നു കുഞ്ഞിലെ മുതലേ. മലയാളം എളുപ്പമായിരുന്നു എനിക്ക്, മലയാളം വായിക്കാനും. ഐ മീൻ ക്ലാസ്സിലാണെങ്കിലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം മലയാളമായിരുന്നു, ഹിന്ദിയിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പം എനിക്കൊന്ന് കേട്ട് വന്നത് തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കളിക്കണം, തിരുവനന്തപുരമാണ്, അമ്മ പാറശാലയാണ്. അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞങ്ങൾ സംസാരിക്കുന്ന മലയാളം വേറൊരു ഡാൻസിങ് മലയാളമാണ്. പാറശാലയാണ് എൻ്റെ അമ്മയുടെ തനി ഐ മീൻ എൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാറശാല തന്നെയാണ്. ഐര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഐരയല്ല, മാറാടി എന്ന് പറഞ്ഞ പ്രോപ്പർ പാറശാലയാണ്. അപ്പോൾ അവിടെ നിന്നും വരാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഇങ്ങനെ ഓളത്തിലാണ് ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കേട്ട് വന്നതായിരിക്കാം. പക്ക സ്ലാങ് അല്ലേ? എന്ത് അങ്ങനെ അതില് ഞാൻ അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇപ്പൊ വിഷ്ണു, നീ എവിടെ പോയിട്ടാ വരുന്നതെന്ന് പ്രോപ്പർ സ്ലാങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലടോ, അങ്ങനെ തന്നെ. വിഷ്ണു, നീ എവിടെ പോയിട്ട് പറഞ്ഞേ, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അമ്മയും ഞാനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ചിന്നോട് പറയും, ചിന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നീ ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. എല്ലാവർക്കും എൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. ഞാനും അമ്മയും സംസാരിക്കുന്നത് ഞങ്ങൾ പക്കാ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളൂ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചല്ലോ, അതെ അമ്മ എന്തിനമ്മ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ പ്രശ്നം, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഉടനെ അമ്മ അവിടെ നിന്ന് പറയും, നീ എന്തിനാ എപ്പം നോക്കിയാലും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, എന്തരടാ നീ അവിടെ ചെയ്യണം, ഇത് തന്നെയാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുന്നത്. എവിടുന്ന് ഈ പാചകരത്നം ആയി? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചേ. അല്ല ആണ്, പക്ഷെ ഇത്രയും എന്തൊരു പ്രിസൈസാ ഇപ്പൊ ഓരോ കാര്യം കട്ട് ചെയ്യുന്നതിലായാലും ശരി, അതിനകത്ത് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് മുമ്പേ ഈ പാചകം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ എല്ലാ പാർട്ടീസിലും ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ബിരിയാണി പാർട്ടി ഒരു ദിവസം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം ബിരിയാണി വയ്ക്കുമ്പോൾ വിളിക്കാം. ഞങ്ങൾ സ്ഥിരം ബിരിയാണി വയ്ക്കലാണ് പരിപാടി. അവിടെ ഞങ്ങൾ കുറച്ചാൾ മുന്നേ വരെ എല്ലാ മാസവും ഒരു ബിരിയാണി പാർട്ടി ഉണ്ടാകാറുണ്ട് വീട്ടിൽ. ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ പരിപാടികളുണ്ട്, എല്ലാ സകലമാന പരിപാടികളുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള പരിപാടി. ചിന്നുവിനെ ഞാൻ കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ, അത് വേറെ കാര്യം. സമ്മതിക്കാറില്ല, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. ഞാനത് എനിക്ക് രസമായിട്ട് തോന്നിയത് ഈ അട കട്ട് ചെയ്യുന്ന, കാരണം പാലട നമ്മൾ പലപ്പോഴും പാലട മിക്സ് വാങ്ങിച്ചിട്ട് ആളുകൾ ചെയ്യുന്നതാണല്ലോ കണ്ടത്. ഈ അട കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഞാൻ അപ്പോഴേ ശരിക്കും ഇത് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നോ എന്നുള്ളത്. പണ്ട് തൊട്ടേ ഉള്ളതാണ്. ചിന്നുവിനെ ഞാൻ വളച്ചതിൽ ഒരു കാരണം ഫുഡ് തന്നെയാണ്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വളച്ചത് ചിന്നുവിനെ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കട്ട്ലറ്റ് പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ്. പിന്നെ അത് പിന്നെ വളരെ എളുപ്പമാണ്. ഷെഫ് പിള്ളയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ അത് ശ്വേത ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വർക്കായി. ഈ ഫുഡിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ട്രോളുകളുടെ ഒരു വരവോട് കൂട്ടാണ് പലപ്പോഴും ഈ ട്രിവാൻഡ്രം ഫുഡിനെയും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളെയും ഈ നെഗറ്റീവായിട്ട് ട്രോളിക്കൊണ്ട് ഒരുപാട് ട്രോൾസ് വരുമായിരുന്നു. അവിടെ ഫുഡ് നല്ലതല്ല, അല്ലെങ്കിൽ അവിടുത്തെ നല്ല ഫുഡ് സ്പോട്ടുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കറിയാം ഇൻ റിയാലിറ്റി കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഹോട്ടലുകളൊക്കെ ട്രിവാൻഡ്രത്തുണ്ട്. എന്താ ശരിക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാൻ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന പ്രശ്നം ഞങ്ങളുടെ ബിരിയാണിയാണ്. ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ തിരുവനന്തപുരം ബിരിയാണിയാണ് ഇഷ്ടം. എന്തായാലും ആരെങ്കിലും എന്തായാലും എന്നെ അയ്യോ മുരിങ്ങാക്കോലൊന്നും ഇല്ലടോ, അതൊക്കെ ആരായി പറയുന്നത്? മുരിങ്ങാക്കോലും പരിപാടിയൊന്നും ഇല്ല. ഞങ്ങൾ പൈനാപ്പിൾ ഇടും, ശരിയാണ്. ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളത് എന്താ പറയുക, എല്ലാവരും പറയുന്നത് പോലെ ചിക്കൻ കറി എടുത്ത് ചോറിൽ പൊതിഞ്ഞാൽ ബിരിയാണി ആവത്തില്ല എന്നാണ് ഞങ്ങളുടെ ബിരിയാണിയെ പറ്റി എല്ലാവരും പറയാറുള്ളത്. സോ ബേസിക്കലി ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. വലിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പൊന്നി അരിയല്ല. നമ്മൾ ദം ചെയ്യാറില്ല.
ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു റെസിപ്പിയിലുള്ള ഒരു ചിക്കൻ കറീനെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചോറ് വെച്ചിട്ട് അതിലൊരു മുട്ട വെച്ച് മുകളിലൊരു പൈനാപ്പിൾ വെച്ചാലാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബിരിയാണി ആകുന്നത്. എനിക്കിന്നും അത് തന്നെയാണ് ഇഷ്ടം. ചിന്നുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. കാരണം മലബാറിൽ നിന്ന് വരുന്ന ആളാണ്. ദം ബിരിയാണി മാത്രമേ കഴിക്കത്തുള്ളൂ. പൊന്നിയരി, ചെറിയ അരിയിൽ, ജീരകശാല അരിയിലുള്ള ദം ചെയ്ത ബിരിയാണി മാത്രമേ എനിക്കാണെങ്കിൽ വർക്കാകത്തില്ല. ഞാനിപ്പോഴും ഞങ്ങളുടെ അവിടെ സംസം ഉണ്ട്. സംസം അല്ല, ആസാദാണ് കറക്റ്റായിട്ട്. സംസം വീണ്ടും കാസർഗോഡുകാരുടെയാണ് സംസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ ആസാദ് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് ഇനി വരാൻ പോകുന്നൊരു റീൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഈ പ്രോപ്പർ ഞാൻ ഈ പറഞ്ഞ ബിരിയാണിയാണ്. വലിയ അരിയിൽ അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് ഒരു മുട്ടയും പിന്നെ ഒരു പൈനാപ്പിൾ നമുക്ക് മസ്റ്റാണ്. ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ഞാനെന്നും അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം കുഞ്ഞിലെ മുതലേ ശീലിച്ച് വന്നുകൊണ്ടാകാം. എന്ന് പറഞ്ഞാൽ ദം ബിരിയാണി മോശമാണ്, എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഞാനിപ്പോഴും അതിനെയാണ്. അപ്പോൾ ഈ ബിരിയാണി കാരണമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. തിരുവനന്തപുരത്തുകാർക്ക് ഈ പറഞ്ഞ പോലെ വിനീതേട്ടനും ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആരാടാ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്ന കുറേ എണ്ണം, അത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ നല്ല സ്പോട്ടുകളുണ്ട് വിഷ്ണു. വിഴിഞ്ഞത്തൊട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫിഷ് ഫ്രൈ, പിന്നെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ട്, കേട്ടിട്ടില്ലേ? ഏറ്റവും എരിവുള്ള. പിന്നെ ഞങ്ങൾക്ക് കട്ടച്ചൽ കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നല്ല ചിക്കൻ പെരട്ട് കിട്ടും. അവണാ കുഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തരാം, കേരളത്തിൽ ഞാൻ ഏറ്റവും നല്ലതെന്നല്ല പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ പെരട്ടും ലിവർ പെരട്ടും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഈ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്ത ഒരു ബീഫിന്റെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ ദേവി റെസ്റ്റോറൻറ്റ് ഉണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. നല്ല ചൂര ഫ്രൈ കിട്ടും. വിഷ്ണു ഒരിക്കൽ കഴിച്ചു നോക്കിയിട്ട്, ഈ കഴിച്ചവരെന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. നല്ല ഗംഭീര ചൂര ഫ്രൈ കിട്ടും. എനിക്ക് റസൂൽ പൂക്കുട്ടി സാറൊക്കെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്. 365 ദിവസവും നല്ല ഉഗ്രൻ തിരുവനന്തപുരം സദ്യ കിട്ടുന്ന മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ ബിരിയാണിയുടെ പേരിൽ ഞങ്ങളെ അധിക്ഷേപിക്കരുതേ. അതെ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞങ്ങളെ ബിരിയാണി അങ്ങ് മാറ്റി വെച്ചേക്കും. ഞങ്ങളുടെ ബിരിയാണി കഴിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞെങ്കിൽ പാരഗൺ ഉണ്ട്, അജ്വ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ദം ബിരിയാണി കഴിച്ചിട്ട് ബാക്കി ഞങ്ങളുടെ സാധനങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ അധിക്ഷേപിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് കാരണമാണ്, ഉറപ്പാണ്, നമ്മുടെ ബിരിയാണി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഈ ഒതന്റിക് ആയ സദ്യ, അതായത് ഈ ആസിഡ് ടു ആൽക്കലൈൻ pH വാല്യൂ നോക്കുന്ന വിധത്തിൽ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ, അത് ട്രിവാൻഡ്രം കൊല്ലമാണെന്ന് പറയുന്നുണ്ട്. അവകാശമല്ല, ബാക്കി സ്ഥലത്ത് അങ്ങനെ ഒന്നും വിളമ്പുന്നില്ല. പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലും ട്രിവാൻഡ്രം കൊല്ലംകാർ ഒരിക്കലും അത് സമ്മതിക്കില്ല, ബാക്കിയുള്ള സദ്യകളാണ് ടേസ്റ്റ്. ശരിക്കും എന്താണ് ഈ സദ്യയുടെ പിന്നിലെ കാര്യം? സദ്യയുടെ പിന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമില്ല. ഞങ്ങൾ കുറച്ച് എന്താ പറയുക വൈഡാണ്. ഞങ്ങൾ ഓർഡർ ഫോളോ ചെയ്യും, പ്ലസ് വൈഡാണ് ഞങ്ങളുടെ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു 10-24 കറികളുണ്ടാവും. ഇപ്പം എൻ്റെ കല്യാണത്തിനാണെങ്കിൽ പോലും എറണാകുളത്തിൽ നിന്നായിരുന്നു, തൃപ്പൂണിത്തറ കല്യാണം എറണാകുളത്ത് വെച്ചായിരുന്നല്ലോ, തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു, കാറ്ററിങ് തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു. ആ പേര് ഞാൻ പറഞ്ഞു, വലിയൊരു ഫേമസ് ടീമിൻ്റെ ആയിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ബോളിയും പായസവും ഇല്ല. എനിക്കങ്ങ് ഭയങ്കര ഈ പറഞ്ഞ പോലെ അമ്മയും അത് ബോളിയില്ലേ, ഞാൻ പറഞ്ഞില്ല ബോളിയില്ല, 2 പായസമുണ്ട് പക്ഷേ ബോളിയില്ല. സുരേഷ് ഗോപി സാർ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ കുറച്ച്, അപ്പം ബോളി എന്തായാലും വേണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മഹാബോളി അറിയാലോ, മഹാബോളിയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ബോളി തലേദിവസം രാത്രി ഇവിടെ എത്തിച്ച് പാൽപ്പായസത്തിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഞാൻ ബോളി കൊടുത്താണ് വിട്ടത്. അപ്പോൾ ഈ എറണാകുളം തിരുവനന്തപുരം സദ്യ കഴിക്കാത്ത കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞതാണ് ബോളി വിത്ത് പായസമാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാ, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സദ്യ കുറച്ച് എല്ലാം കറക്റ്റായിട്ട് നോക്കിയാണ് പോകുന്നത്. അതിട്ടിട്ട് മാത്രമേ നമ്മൾ ഇതിടത്തുള്ളൂ, ഇതിട്ടിട്ട് മാത്രം ഒരു സദ്യ കൂടിയിട്ടുണ്ട്. നല്ല രസമല്ലേ, ആ വിളമ്പുന്ന കാണാൻ തന്നെ കറക്റ്റായിട്ട് ടക്ക് 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 എന്ന് പോയി, അവിടെ നിന്ന് തിരിച്ച് ടക്ക് 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 എന്ന് ഇങ്ങോട്ട് വന്ന് കറക്റ്റ് സാധനങ്ങളൊക്കെ ഫോളോ ചെയ്ത് 3 പായസം, അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബോളി, ചിലപ്പം പൂന്തി കിട്ടും. പൂന്തി അറിയോ? പൂന്തി എന്ന് പറയുന്നത് ഈ നമ്മുടെ ലഡുവിൻ്റെ ഈ കുരു സാധനം ഉണ്ടല്ലോ, എനിക്ക് കറക്റ്റാണ് പറഞ്ഞാൽ അറിയത്തില്ല, മനസ്സിലായില്ലേ? സോ ബോളിക്ക് വരാൻ പൂന്തി കിട്ടും. പൂന്തി കിട്ടി അതിനേക്കാളും കേമമാണ്. പൂന്തിയും കുറച്ച് സേമിയ പായസവും കൂടെ കുഴച്ച് കഴിച്ചു നോക്കണം എൻ്റെ പൊന്നു വിഷ്ണുവേ. ഇതൊക്കെ നമ്മുടെ അവിടെ മാത്രം കണ്ടുവരുന്ന സാധനങ്ങളാണ്. സാധനം മനസ്സിലായല്ലോ, ഈ കുഞ്ഞു ബോൾസ്, ഈ ബോളിയെ പോലെ പ്രസാദമായിട്ട് കൊടുക്കും. കറക്റ്റ്, അതാണ്. അത് ഈ പറഞ്ഞ പോലെ പാൽ പായസം നമ്മുടെ സേമിയ പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖം ഇതും തിരുവനന്തപുരത്ത് മാത്രം കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇങ്ങനെ ഈ സദ്യയുടെ കൂടെ സദ്യയുടെ കൂടെ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. അങ്ങനെ നമ്മളത് ഓർഡർ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ പറയുന്നത് നമ്മുടേതാണ് ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം അതായിരിക്കും. പിന്നെ ഇല നിറഞ്ഞിരിക്കും കേട്ടോ, 4, 3, 7 കഴിച്ചു കഴിഞ്ഞാലേ വിളമ്പുള്ളൂ. പിന്നെ ആ പരിപാടിയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നെയ്യ് വരും, ചോറ് വരും, ചോറ് കഴിഞ്ഞ് നെയ്യ് വരും, നെയ്യ് കഴിഞ്ഞ് പരിപ്പ് വരും, പപ്പടം. ഇത് മൊത്തം കഴിച്ച് തീർക്കണം. തീർക്കുന്ന സമയത്തേക്കും സാമ്പാർ എത്തിയിരിക്കും. കറക്റ്റ് കഴിച്ച് കഴിയുമ്പോൾ സാമ്പാർ എത്തിയിരിക്കും. അത് വേറെ കാര്യമാണ്. അതെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നൊന്നും എനിക്കറിയത്തില്ല. കറക്റ്റാണ്. ഈ പരിപ്പും കൂട്ടി സാമാന്യം ഒരാൾ, ഇപ്പം ഞാനൊക്കെ കറക്റ്റ് കഴിച്ച് തരുമ്പോഴത്തേക്കും അടുത്ത ചോറിൻ്റെ കൂടെ സാമ്പാർ എത്തിയിരിക്കും. സാമ്പാർ തീരുമ്പോഴത്തേക്കും അടുത്ത നേരെ വരാൻ പോകുന്നത്
രസം വരുന്നു, പുളിശ്ശേരി വരുന്നു, എല്ലാം കറക്റ്റായിട്ട് ടക്ക് 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 ടക്കനെ. ഈ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഓരോന്ന് കഴിച്ച് തരുമ്പോൾ സാധനങ്ങൾ പിന്നെ രണ്ടാമത് ചോദിച്ചാലും തരാൻ സാധ്യത വളരെ കുറവാണ്. ഈ ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടാമത് തരും. ഇപ്പം നമുക്ക് സാമ്പാർ കുറച്ച് അധികം വേണമെങ്കിൽ ആ പരിപാടിയില്ല. ഈ റൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പക്ഷേ ഉണ്ട് കേട്ടോ. ഇപ്പം പിന്നെ അതൊക്കെ ക്ലിയറാണ്. എത്ര ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഒറ്റ തവണ അപ്പോൾ പരിപ്പ് വന്നു കഴിഞ്ഞു. പിന്നെ പരിപ്പ് പോകണമെങ്കിൽ അടുത്ത റൗണ്ടിൽ വന്ന് വീണ്ടും സദ്യകളിൽ യുദ്ധങ്ങളൊക്കെ നടക്കുക. ഇല്ലടോ, ഞങ്ങൾ എവിടെയാണ് യുദ്ധം ഉണ്ടാക്കി? നീ നമ്മളെ 2 ജില്ലക്കാരെ തമ്മിൽ അടി ഉണ്ടാക്കിപ്പിക്കുകയാണ് കേട്ടോ വിഷ്ണു. ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല. എനിക്കറിയത്തില്ല. അല്ല, ഈ അവസാനമല്ലേ പച്ചമൊരു വരിക? ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലാസ്സിലും തരും കേട്ടോ. ആണെങ്കിൽ പച്ചമോര് രസമില്ല. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലാസ്സിൽ ചോദിച്ചാൽ ഗ്ലാസ്സിലും തരും. ഇപ്പം ഗ്ലാസ്സിൽ തരും, പണ്ടൊന്നും ഗ്ലാസ്സിൽ തരത്തില്ല. ഇങ്ങനെ അറിയാലോ, ഇങ്ങനെ വേണം. അതാണ് അതിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത്. രസം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ കിട്ടും. ഇത് കഴിഞ്ഞൊരു ഉറക്കം കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു വിഷ്ണു. ഒരു ദിവസം തിരുവനന്തപുരം പോകും, മദേഴ്സ് വെജ് പ്ലാസയിൽ കൊണ്ടുപോയി നല്ല സദ്യ മേടിക്കും. പോയിട്ടുണ്ടോ? ഇല്ല. നല്ല രസം. അടുത്തവണ പോകുമ്പോൾ എന്തായാലും ഭയങ്കര ക്യൂ ആയിരിക്കും. പക്ഷേ 360 സദ്യ മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷേ അവിടുത്തെ തിരക്ക് കാണണം. ഇപ്പൊ രാഹുൽ ഏട്ടൻ എങ്ങനെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞു? റെസിപ്പിയൊക്കെ പറയണോ? പെട്ടെന്ന് പറ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി തന്നെയാണല്ലോ. ചിക്കൻ കറി ഒരു റീല്. പിന്നെ ഞാൻ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കുന്നതും ഇപ്പം ചിന്നുവിനും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ മുട്ടത്തോരനാണ്. കേട്ടിട്ടുണ്ടോ? മുട്ടത്തോരൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ എന്താ മുട്ട ചിക്ക് ചെയ്ത് ഞാൻ അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടും. ഭയങ്കര രസമാണ്. അപ്പം അതായത് നമ്മുടെ എണ്ണ ചൂടാക്കുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കടുക് വേണമെങ്കിൽ ഇടാം. കടുക് ഞാൻ ഇടാറില്ല, യൂഷ്വലി മുട്ടയിൽ ഇടാറില്ല. നമ്മൾ ചെറിയ ഉള്ളി കേട്ടോ ഞാൻ മിക്കുള്ളും യൂസ് ചെയ്യുന്ന സാധനം. കാരണം ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. കുഞ്ഞനാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് സവാളേനേക്കാളും ചെറിയ ഉള്ളി എന്നാണ് എൻ്റെ വിശ്വാസമാണ്. അങ്ങനെയാണ്. അപ്പോൾ ചെറിയ ഉള്ളി പച്ചമുളക് ഇടുന്നു, നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കുന്നു, തേങ്ങ ഇടുന്നു. ചെറിയ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് ആ ചെറിയ തേങ്ങയും ഇതും ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടിട്ട് ഒരു അല്പം മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മുട്ട ചിക്കനേക്കാളും തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. വേറൊന്നും വേണ്ടി വരത്തില്ല. ഈ ചോറും മുട്ട ചിക്കിയതും ഈ പറഞ്ഞ മുട്ടത്തോരനും മാത്രം മതി. ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. 1 രൂപയുടെ നമ്മുടെ മറ്റേ അച്ചാർ അറിയാമോ? പാക്കറ്റ് അച്ചാർ 1 രൂപ. അതൊരു വലിയ കഴിക്കുക, ഈ ചോറ് കഴിക്കുക. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ട്രൈ ചെയ്ത് ചോറും വെള്ളച്ചോറായിരിക്കണേ. ഏതാ നമ്മുടെ ബസ്മതി വെള്ളച്ചോറല്ല, നമ്മുടെ ഉണ്ട വെള്ളച്ചോറ്. യെസ്, അത് മട്ട വെള്ളയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വേറെ ഒന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ ഇത് മാത്രം മതി, സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഇതാണ്. തേങ്ങ ഇട്ട് നോക്കി, തേങ്ങ ഇട്ടിട്ടില്ലല്ലോ, ഒരിക്കൽ തേങ്ങ ഇട്ട് നോക്കി ഒന്ന് ബ്രൗൺ ആക്കിയിട്ട് അതിൻ്റെ കൂടെ മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഗംഭീരമായിരിക്കും. ട്രിവാൻഡ്രത്തിന്റെ ഒരു വ്ളോഗിനകത്ത് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള പല വഴികൾക്കും എൻ്റെ ജീവിതത്തിൽ പല കഥകളും ഒരു കഥ പറയാം. അതിൻ്റെ ഞാൻ പറയാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചു, പക്ഷേ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാനത് എന്താ പറയുക, ഏറ്റവും രസമുള്ള കഥ എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ പറഞ്ഞല്ലോ. അച്ഛൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന സ്വന്തം കാര്യങ്ങളാണ് അച്ഛൻ എപ്പോഴും. എനിക്ക് തോന്നുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള അച്ഛനെ തന്നെയായിരിക്കും. ഞാനും അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും ഞാനാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ പറഞ്ഞ പോലെ ചിന്നുവാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നെ തന്നെയാണ്. വിഷ്ണുവിന് ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് എന്നെയാണ് ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്നെയാണ്. എൻ്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അച്ഛൻ്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമ്മയും ഞാനും ഒക്കെ. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരങ്ങളിൽ നടക്കാൻ കൊണ്ടുപോകും. അച്ഛന് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. അച്ഛൻ സൈക്കിൾ ഓടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ അറിയത്തില്ല. അച്ഛൻ അതിനോട് താല്പര്യമില്ല. അച്ഛൻ എവിടെയാണെങ്കിലും നടന്നു ഈസി ആയിട്ട്. അച്ഛൻ എങ്ങനെ പോലും അച്ഛൻ ഒരു ദിവസം ഒരു 10-15 കിലോമീറ്റർ എങ്ങനെ പോലും അച്ഛൻ നടക്കും. അച്ഛന് ഹൈ ഡയബറ്റിക് ആയിട്ട് പോലും അച്ഛൻ ഒരുപാട് നാളും ഈ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലാതെ പോയത് ഈ നടത്തത്തിൻ്റെ ആയവാനാണ് സാധ്യത കേട്ടോ. വൈകുന്നേരം ഇറങ്ങി പത്മനാഭസ്വാമി വഴി. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ഇത്രയും സെക്യൂർഡൊന്നും അല്ല. നമ്മുടെ ഈ നിലവറകളൊന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അച്ഛന് വളരെ ഈസിയാണ്. നമുക്ക് കുറേ ഊടുവഴികളുണ്ട് ഇപ്പോഴും അറിയാം. പക്ഷേ ഇപ്പോഴൊന്നും അവിടെ വഴി കയറ്റി വിടത്തില്ല. മൊത്തം സെക്യൂരിറ്റീസാണ്. അപ്പോൾ അച്ഛൻ ഈ ഇറങ്ങും. ഈ വൈകുന്നേരം നടന്ന് ചെമ്പകശ്ശേരിയിൽ നിന്നും പടിഞ്ഞാറക്കോട്ട വഴി നേരെ അവിടുത്തെ ഇടവഴി കൂടെ പത്മനാഭൻ്റെ പടിഞ്ഞാറേ നടവഴി നേരെ വടക്കേ നടയിൽ പോവും. വടക്കേ നടയിൽ നിന്ന് കിഴക്കിൽ പോവും. കിഴക്കിൽ പോയിട്ട് അവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്. അവിടെ ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ ഉണ്ണിയപ്പം കിട്ടും. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ഉണ്ണിയപ്പം മേടിച്ചിട്ട് ഇതിനെല്ലാം ഞാനും കൂടെ ഉണ്ട് കേട്ടോ. വല്ലപ്പോഴും എന്നെയും കൊണ്ടുപോകും. അപ്പം എനിക്ക് ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നടന്ന് ഞാൻ ആ പറഞ്ഞ കിഴക്കേ നടയുടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഈ വഴികൾക്കെല്ലാം ഒരുപാട് ഓർമ്മകളുണ്ടെന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പം അച്ഛനെ അവിടെ വഴി കൊണ്ടുപോയിട്ട് ഓർമ്മയുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹൈഡ്രജൻ ബലൂണില്ലേ, ഇതിനിടയിൽ കുറേ കോമഡികളുണ്ട്. അവിടെ
ആ വഴി കാണിക്കുമ്പോൾ ഒരു ബാർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണുന്നുണ്ട്. താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്, ചേട്ടാ ഒരു ബാറല്ലേ ആ കടന്നു പോയെന്ന് പറഞ്ഞിട്ട്. ഈ ബാറിന്റെ അവിടെ പണ്ട് ചിൽഡ് ബിയർ എന്ന് എഴുതിയിരിക്കും. ഞാൻ കുഞ്ഞാണല്ലോ, അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് ചൈൽഡ് ബിയറാണ്. ഞാൻ കുഞ്ഞാണ്, അതായത് സ്കൂളിൽ എന്തോ പഠിക്കും, 3-4 ക്ലാസ്സിൽ എന്തോ പഠിക്കും. എന്ന് ഞാൻ വാശി പിടിക്കും ചൈൽഡ് ബിയർ, ചൈൽഡ് ബിയർ വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് ചൈൽഡ്. അപ്പം അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകത്തില്ല, അറിയില്ല ആ വാശി. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ടുപോയിട്ടോ, അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ ഒരു ബിയർ മേടിച്ചു. അച്ഛൻ ഒരു ബിയർ മേടിച്ചിട്ട് പറഞ്ഞ പോലെ ചെറിയ മറ്റേ നമ്മളെ അടപ്പിലൊഴിച്ച് തരും പോലെ ഒരു ഗ്ലാസിൻ്റെ ഇത്രയും. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബിയർ, അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ലായിരിക്കും, അന്നാണ് ആദ്യം. കാരണം ഈ നിർബന്ധം സഹിക്കാൻ വയ്യാത്ത തല തെറിച്ച ചെക്കനായിരുന്നു ഞാൻ. ഈ വാശിയുണ്ടല്ലോ, അച്ഛൻ ഭയങ്കര ശാന്തമായ ആളാണ്. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മാത്രമേ അച്ഛൻ ചൂടായി ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ ചൂടായി കണ്ടിട്ടുള്ളൂ, ഞാൻ വേറെ ആരുടെ അച്ഛൻ ചൂടായി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ശാന്തമായ ഒരു മനുഷ്യനാണ്. ഒന്നാമത് സാറും കൂടെ ആയിരുന്നു, ഐ മീൻ ടീച്ചറായിരുന്നു പുള്ളി. അങ്ങനെ ഒരു ചെറിയ ബിയർ മേടിച്ചു തന്നത് ആ ബാറിൻ്റെ അവിടെ വെച്ചിട്ടാണ്, ചൈൽഡ് ബിയർ, ഒരു പൊടിക്ക്. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടല്ലോ വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന നിർബന്ധം പിടിച്ച അച്ഛൻ ഒരു ഹൈഡ്രജൻ ബലൂൺ മേടിച്ചത്. ആ വഴിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ആ വഴിയിൽ നടന്ന ഒരു കഥ മാത്രമാണ്. അങ്ങനെ ഈ ഹൈഡ്രജൻ ബലൂണും ഒരു ചൈൽഡ് ബിയറും ഒക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ പോവാ. കിക്കൊന്നും ആയില്ല, ഒരു പൊടിക്കാന്ന്. അച്ഛൻ കിക്കായെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഈ ഹൈഡ്രജൻ ബലൂൺ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ കൗതുകം ലേശം കൂടുതലാണല്ലോ, വിട്ടാൽ പോവോ ഹൈഡ്രജൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വിട്ടു. ഇത് പോയി. അന്ന് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, എനിക്കൊന്ന് രാജധാനിയുടെ ആണ്. രാജധാനി ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിലുള്ളൊരു തെങ്ങിൽ ഇത് കുരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞ് അച്ഛൻ വേറൊന്നും മേടിച്ചിടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ചങ്ങായി പോയി. ഇവരെ മറ്റേ ഇതിൽ തോളി കൊണ്ടുവരുന്നതാണല്ലോ വിഷ്ണു, അവർ നടന്നങ്ങ് പോകുമല്ലോ. അങ്ങനെ അച്ഛനും ഞാനും കൂടെ അവിടെ നിന്ന് ഏകദേശം 1/4 മണിക്കൂർ നിന്ന് പല പരിപാടികളിലൂടെയും ഹൈഡ്രജൻ ബലൂൺ എടുക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല, അത് പോയി. അതാണ് ഒരു കഥ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഇന്നും മറക്കാത്ത, എനിക്കൊന്ന് ഞാൻ 3-ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും മാക്സിമം, പക്ഷെ ഇന്നും മറക്കാതെ ഞാൻ അത് ഓർത്തിരിക്കണമെങ്കിൽ എനിക്കൊന്ന് അന്ന് അച്ഛൻ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെതായ തോട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എന്നെ അമ്മ എപ്പോഴും പറയും, എന്നെ മാത്രമേ എല്ലായിടത്തും കൊണ്ടുപോകാറുള്ളൂ. എന്നെ സിനിമ കാണാൻ പഠിപ്പിച്ചതുപോലെ അച്ഛനാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 3 സിനിമയൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുമിച്ച്, ഐ മീൻ ഒറ്റ സ്ട്രെച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന ആളാണ്. പത്മനാഭയാണ് അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിയേറ്റർ. പത്മനാഭ തിയേറ്റർ അറിയോ? കിഴക്കേക്കോട്ടയുടെ അവിടെ ഉള്ള പത്മനാഭയെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 സിനിമ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 3 അല്ലെങ്കിൽ 2 എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്, അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. അച്ഛൻ ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന, അതും ഭയങ്കര ലാവിഷല്ല, എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. ഇമോഷൻ വന്നാൽ കരയും, വില്ലൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, മറ്റേ സാധനമില്ല അടിക്കറവനെ എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കും. അച്ഛനൊക്കെ കരഞ്ഞ് ഒരുപാടുണ്ട്. അച്ഛൻ ഇരുന്ന് കരയും. ഈ ടി വിയിലൊക്കെ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട് അച്ഛൻ ഇങ്ങനെ ഏങ്ങി കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇമോഷണൽ പടമാണെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാരൊന്നും ഇപ്പം കാണാൻ കിട്ടാറില്ല. ഇൻവോൾവ്മെന്റോടുകൂടിയും അത്രയും ഇമോഷൻ, എന്താ പറയുക, ലൈക്ക് മനസ്സിലാക്കി സിനിമ ആണെന്ന് അറിയപ്പോൾ കാണാമല്ലോ. അച്ഛൻ പക്ഷേ ഭയങ്കരമായിരുന്നു. ഈ പറഞ്ഞ പോലെ അമ്മയൊക്കെ ഇരുന്ന് കളിയാക്കും, ഇതേ കരയാന്ന് പറയാം, ഇങ്ങനെ ഒഴുകും ഇങ്ങനെ. അങ്ങനെ അച്ഛനായിരുന്നു എന്നെ സിനിമ കാണാൻ പഠിപ്പിച്ചത്. അച്ഛൻ ഭയങ്കര നാടക നടനൊക്കെ ആയിരുന്നു MG കോളേജിൽ. ലാലേട്ടൻ്റെ സീനിയറായിരുന്നു. ലാലേട്ടനായിട്ടൊക്കെ ഒരു കഥകളൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞു തന്ന കുറച്ച് കഥകളൊക്കെ ഉണ്ട് രസമുള്ള. അങ്ങനെയാണ് അച്ഛൻ അതായിരുന്നു. അപ്പം ആ വഴികൾക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പിന്നെ അമ്മയുടെ കൂടെ ഒരുപാട് തവണ എന്നെ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ, ഞാൻ കുഞ്ഞാണല്ലോ, അപ്പം രാവിലെ എനിക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അമ്മ ഓഫീസിൽ കൊണ്ടുപോകും. ആ വഴിയാണ് നടന്നു പോകുന്നത്. അപ്പം അന്ന് അവിടെ റോസ് മിൽക്ക് കിട്ടും. എനിക്ക് കണ്ണടയ്ക്കുമ്പോഴേ വിഷ്വൽ കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഇത്ര, എന്താ പറയുക, ഇപ്പം വിഷ്ണു റാൻഡമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് മെമ്മറി ഇരിക്കുന്നുണ്ടാണ്. ഫുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തതായിട്ട് ഫുഡും മണവുമാണ് കേട്ടോ എനിക്ക്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഹെഡ് ഓഫ് പ്രോഗ്രാം ആയിട്ടുള്ള സുമേഷ് ഏട്ടനെ കണ്ടപ്പോ അദ്ദേഹം സിനിമ കണ്ടപ്പോ ഞാൻ പുറത്തുനിന്ന് പോയി ലേസ് മേടിച്ച്, പച്ച ലേസ് മേടിച്ച്, ഈ ഫുഡായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മണമാണ് ഞാൻ എല്ലാത്തിലും അസോസിയേറ്റ് ചെയ്യുന്നതാണ്. മണം എനിക്ക് ഇപ്പോഴും കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മണം എനിക്ക് കിട്ടാറുണ്ട്. അമ്മേനെ മിസ് ചെയ്യുന്ന സമയത്ത് അമ്മയെ കിട്ടാറുണ്ട്. ചിന്നൂനെ എനിക്ക് എല്ലാവരെയും എനിക്കൊന്ന് മണവും ഫുഡും വെച്ചിട്ടാണ് മിക്കപ്പോഴും കണക്ട് ആകാറുള്ളത്. അച്ഛൻ്റെ ഞാൻ പറഞ്ഞല്ലേ, അച്ഛൻ്റെതും ചിൽഡ് ബിയർ ഉണ്ടായില്ല. അച്ഛൻ്റെ കൂടെ നമ്മുടെ ഈ ഈസ്റ്റ് കോട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, അതിൻ്റെ പേരും എനിക്കറിയത്തില്ല. നമ്മൾ പണ്ട് മസാല കടല എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ പേപ്പറിൽ പോന്നിട്ട് കടലയില്ലേ, കടലയും ക്യാരറ്റ്, മുളക് പൊടി എല്ലാം കൂടെ. അച്ഛൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അച്ഛൻ്റെ അതും മൈസൂർ പാക്കുമാണ്. ഒരു തമ്പാനൂരിൻ്റെ ഒരു കടയുണ്ട്, അവിടെ മൈസൂർ പാക്ക് കിട്ടും, അത് മേടിച്ചു തരും. ഈ പറഞ്ഞ കടല ഇതും ചോദിച്ചാണ് ഞങ്ങൾ തിരിച്ച് നടക്കുന്നത്. പപ്പനാവനെ ഒന്ന് കറങ്ങി, പപ്പനാവനെ മൊത്തത്തിൽ കണ്ട്, പപ്പനാവൻ്റെ ഇടവഴി, ഞാൻ പറഞ്ഞില്ല, ഇടവഴികളിലൂടെയൊക്കെ ഈ കടലയിൽ നിന്ന് വെച്ചിട്ട് ഞാനും കൂടെ ഇങ്ങനെ വളാന്ന് നടക്കും. അതെല്ലാവരും ഫുഡായിട്ട് ഭയങ്കരമായിട്ട്. അപ്പം അമ്മ റോസ് മിൽക്ക് മേടിച്ചു തരും. ഞാൻ പറഞ്ഞ പോലെ ആസാദി കൊണ്ടുപോയിട്ട് സാലറി കിട്ടുമ്പോൾ ബിരിയാണി വാങ്ങിച്ചു തരുമായിരുന്നു. ഫുഡായിട്ട് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. ശരിയാണ്. വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. ശരിയാണ്.